പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന ദുൽഹജ്ജ് 7, 8, 9, 10 വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ആ ദിവസത്തിലെ കർമ്മങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞാലും ഇപ്പോൾ എത്ര തന്നെ ക്ലാസ് എടുത്ത് വിശദീകരിച്ചു തന്നാലും ചിലർക്ക് രൂപപ്പെടുകയില്ല. അവിടെ വെച്ച് പണ്ഡിതന്മാരുമായി കണ്ട് നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. അതുപോലെ കല്ലേറിന്റെ കാര്യം ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത എന്നൊക്കെ പറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും എത്ര തിരിച്ചു പറഞ്ഞാലും ഇന്ന് മനസ്സിലാകാത്ത പോലെ ഉണ്ടാകും. അതിലാരും വിഷമിക്കേണ്ട. ഇൻഷാ അല്ലാഹ് അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കിട്ടി അറഫയിൽ എത്തിയാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, അങ്ങനെ 3 സ്ഥലത്തും കല്ലെറിയേണ്ടത് 7 വീതമാണ്. അത് ചിലരൊക്കെ 7ഉം കൂടി ഒരൊറ്റ ഏറാണ് എറിയുക. അത് ശരിയേ അല്ല. ഓരോ കല്ല് തന്നെ എറിയണം. അതുപോലെ പകരമാക്കുന്ന പ്രശ്നത്തിലും ഒന്ന് പഠിക്കുക. സുഖമില്ലാത്തതിന്റെ പേരിൽ പകരമാക്കാം. ഒരു നിലക്കും സുഖമില്ല. അതുപോലെ വയസ്സായി ഒരു നിലക്കും സാധിക്കാത്ത അവസ്ഥയാ, എന്നാലും പകരമാക്കാം. പക്ഷെ പകരമാക്കുന്നവര് അവരവരുടെ കല്ലേറ് 3 സ്ഥലങ്ങളിലും 7 വീതം പൂർത്തിയാക്കിയ ശേഷമേ ആർക്ക് വേണ്ടിയാണോ പകരമെറിയുന്നത് അവർക്ക് വേണ്ടി വീണ്ടും 1-ാം സ്ഥാനത്ത് വന്ന് കല്ലെറിയാവൂ. ഉദാഹരണം, 5 ആളുകൾക്ക് ഒരാൾ പകരമെറിയാൻ ഏറ്റാൽ അവൻ 5 പ്രാവശ്യം മാറി 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 വന്നെറിയൽ നിർബന്ധമാണ്. എന്നല്ലാതെ ഇത് പോക്കരുത്, ഇത് അവറാൻ്റത് എന്ന് പറഞ്ഞ് 7 വീതം കൂട്ടിയടിച്ചാൽ പറ്റുകയില്ല. ഹജ്ജ് സഹിയാവുകയില്ല. ഗൗരവപ്പെട്ട വിഷയമാണ്. അതുപോലെ ദുൽഹജ്ജ് 11-ന് ഉച്ചക്ക് ശേഷം എറിയാം. അത് രാത്രി എറിയലാണ് നല്ലത്. സുബഹിയുടെ മുമ്പായി എപ്പോഴെങ്കിലും തിരക്കില്ലാതെ എറിയാം. 12-നും ഉച്ചക്ക് ശേഷം എറിയാം. 12-ന് ഉച്ചക്ക് ശേഷം എറിഞ്ഞ് മിനയിൽ നിന്ന് വേഗം പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് മഗ്രിബിന്റെ മുമ്പ് മിന വിടാം. അവര് 13-ാം ദിവസത്തെ ഏറ് അഡ്വാൻസ് ആയി 12-ന് എറിയരുത്, എറിയേണ്ടതില്ല, എറിഞ്ഞിട്ട് കാര്യമില്ല. എറിയാൻ വേറൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ആ കല്ല് പതുക്കെ കുഴിച്ചിടേണ്ട കാര്യമില്ല. കല്ല് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പതുക്കെ ആരും കാണാതെ നിലത്തടട്ടാ മതി. അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. ചിലര് 13-ാമത്തെ ദിവസം എറിയാത്തത് കൊണ്ട് വേറെ ആളെ ഏൽപ്പിച്ചു പോകലുണ്ട്. അങ്ങനല്ല. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. വേഗം 2 ദിവസം കൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ യാതൊരു വിരോധവുമില്ല. 3 ദിവസം അഥവാ 13 വരെ അവിടെ താമസിക്കുകയാണെങ്കിൽ അതാണ് ഭംഗി. 13-നാണെങ്കിൽ ളുഹറിന്റെ സമയം കഴിഞ്ഞ ഉടനെ തിക്കും തിരക്കും ഇല്ലാതെ SYSന്റെ ഹാജിമാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ബസ്സിൽ തന്നെ മിനയിലെ തമ്പിൽ നിന്ന് കയറി കല്ലേറ് വരെ തിരക്കില്ലാതെ എത്തി കല്ലെറിഞ്ഞ് മക്കത്തേക്ക് പോകാം. അപ്പോൾ പെരുന്നാളിന്റെ അന്ന് ഹജ്ജിന്റെ തവാഫ് ചെയ്യാത്തവർക്ക് 13-നോ 12-നോ കല്ലേറ് ഫിനിഷ് ചെയ്ത് മിനയിലെ താമസം മുഴുവൻ പൂർത്തിയാക്കി മക്കയിലേക്ക് എത്തിയ ശേഷം തവാഫ് ചെയ്താലും മതി. ഹജ്ജിന്റെ തവാഫ് മരണം വരെ അവധിയുണ്ട്. പക്ഷേ ഹജ്ജിൽ നിന്ന് പരിപൂർണമായി വിരമിക്കണമെങ്കിൽ ആ തവാഫും കൂടി പൂർത്തിയാക്കണമെന്ന് മാത്രം. ആ പ്രശ്നമേ ഉള്ളൂ. ഇനി മക്കയിലേക്ക് തിരിച്ചെത്തി തവാഫ് ചെയ്യാനുള്ളവര് തവാഫ് ചെയ്തു. സഅയും ചെയ്യാത്തവരാണെങ്കിൽ അവർ സഅയും ചെയ്തു. ഇനി അവർക്ക് നാട്ടിലേക്ക് പോവുകയാണെങ്കിലും മദീന ഷരീഫിലേക്ക് പോവുകയാണെങ്കിലും തവാഫുൽ വിദാ, എങ്ങോട്ട് പോവുകയാണെങ്കിലും മക്ക വിട്ട് നാട് കടന്നു പോകുമ്പോ നിർബന്ധമായും തവാഫ് ചെയ്തിരിക്കണം. അതിന്റെ പേര് വിടവാങ്ങൽ തവാഫ്. അല്ലാഹുവേ, ഞാനിതാ കഅബ ഷരീഫിനോട് വിടവാങ്ങിക്കൊണ്ട് പരിശുദ്ധ മക്ക ലോകത്തു നിന്ന് വിടവാങ്ങി പോവുകയാണ് എന്ന രൂപത്തിലുള്ള ആ തവാഫ് വളരെ പ്രധാനമാണെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് കണ്ണീരൊലിപ്പിച്ച് വളരെ തഖ്വയോടെ അള്ളാഹുവെ എന്നെ നീ സ്വീകരിക്കണമേ എന്ന ദുആ നടത്തി പിരിയേണ്ട സമയമാണ്. കഅബ ഷരീഫിൽ, പരിശുദ്ധ മിനയിൽ, പരിശുദ്ധ അറഫയിൽ, പരിശുദ്ധ സ്ഥാനമാനങ്ങളിലൊക്കെ അല്ലാഹു തആല എന്നെ എത്തിച്ചു. ഇവിടെ നിന്നുള്ള ഈ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണം റബ്ബേ, ഇനിയും ഇനിയും എന്നെ ഈ സ്ഥലത്തേക്ക് എത്തിക്കണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് തവാഫുൽ വിദാ, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വഅന അബ്ദുക വബ്നു അബ്ദിക എന്ന ദുആ തുടങ്ങി അവസാനം അല്ലാഹുമ്മ ഹാദാ അവാനുൻ സിറാഫി ഇൻ അദിൻതലി, അല്ലാഹുവേ നിന്റെ അനുമതി പ്രകാരം ഞാൻ പിരിഞ്ഞു പോകുന്ന സമയമാണിത്, തൗബ സ്വീകരിക്കണം, നീ എന്റെ ഹജ്ജ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക ഖുൽത ഖൗലുകൽ ഹഖ് ലിനബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഫിറാഖിഹി ലിബൈതികൽ ഹറാം. ഇനിയും തിരിച്ചു വരാനുള്ള ഭാഗ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നീ
സാധിപ്പിച്ചു തരണേ അല്ലാ. കഅബയുടെ മുറ്റത്ത് വെച്ച് കണ്ണീരൊലിപ്പിച്ച് വിട പറയുക. നാട്ടിലേക്കുള്ളവർ നാട്ടിലേക്ക് പോവുക, മദീന ഷരീഫിലേക്കുള്ളവർ മദീന ഷരീഫിലേക്ക് പോവുക. ഇന്നത്തെ ഗവൺമെന്റ് സിസ്റ്റം പ്രകാരം ഹജ്ജിന് ശേഷം മദീനയിലേക്ക് പോകുന്നവർക്ക് പിന്നെ മക്കയിലേക്ക് തിരിച്ചു വരാൻ അനുവാദം ഉണ്ടാവുകയില്ല. മദീനയിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിലേക്ക് നേരിട്ടുള്ള ബസ്സിൽ അവരെ യാത്ര അയക്കുന്നതാണ്. അതുകൊണ്ട് മക്കയോടുള്ള തവാഫുൽ വിദാഅ് മാത്രമല്ല, മറ്റെന്തെങ്കിലും വാങ്ങാനോ പിടിക്കാനോ കാണാനോ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് മക്കയിൽ നിന്നുള്ള ഔദ്യോഗികമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. മദീന ഷരീഫിലെ ഒരു ഹജ്ജ് യാത്രക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ്, ഏറ്റവും വലിയ സംഗതിയാണ്, ഏറ്റവും വലിയ അഭിലാഷമാണ്, ജീവിതത്തിൽ തന്നെ കൊതിച്ചു നടക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് മദീനയിലേക്കുള്ള ഹബീബിനെ സന്ദർശിക്കുന്ന യാത്ര. ഇതാണ് നമുക്ക് പറയാൻ ബാക്കിയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, മദീന ഷരീഫിലേക്ക് ഹജ്ജിന്റെ മുൻപ് പോകാൻ കഴിയുന്നവർക്ക് പോകാം, ഹജ്ജിന്റെ ശേഷം പോകാൻ കഴിയുന്നവർക്ക് പോകാം. ഏതായാലും ഒരു കാര്യം പറയാം, മൻ ഹജ്ജ ഫലം യസുർനീ വഖദ് ജഫാനീ. ഒരാള് ഹജ്ജിന് വന്നിട്ട് എന്നെ സന്ദർശിക്കാതെ പോകുന്ന പക്ഷം അവര് എന്നോട് പിണങ്ങിയവരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിം ലോകത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള തീരുമാനമാണ് ഹജ്ജിന്റെ കൂടെ സിയാറത്ത്. അത് ഹജ്ജിന്റെ നേരിട്ടുള്ള അമലുകളിൽ ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിനോട് അറ്റാച്ച് ചെയ്ത് ചേർത്തുകൊണ്ട് എല്ലാ മുഅ്മിനുകളും ചെയ്യുന്നതും എല്ലാ ആലിമീങ്ങളും വിവരിച്ചതുമാണ്. മദീനയിലെ പള്ളി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൻ നബവിയ്യു ശരീഫ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏത് എന്ന ചോദ്യത്തിന് നിരുപാധികമായ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഹബീബായ അഷ്റഫുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധ മണ്ണ്. ലാ തുർബ യഅദിലു തുർബൻ വമഅലമുഹു. റസൂലുള്ളാഹി തങ്ങളുടെ വിശിഷ്ടമായ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട മണ്ണ്, അതിനേക്കാൾ വിശുദ്ധമായ ഒരു ഭൂമി ഈ ഉലകത്തിൽ വേറെ ഒരു സ്ഥലമില്ല ഹബീബന്മാരെ. ആ സ്ഥലത്തേക്കുള്ള സന്ദർശനം, അതുപോലെ മാബൈന ഖബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥാനം അത് യഥാർത്ഥ സ്വർഗപ്പൂങ്കാവനമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹബീബിനെ കാണാതെ എങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും? ഹബീബിനെ കാണുന്നതിലുള്ള നമ്മുടെ അഭിലാഷം എത്രമാത്രം ശക്തിപ്പെടും? ജീവിതകാലത്തുടനീളം നമ്മൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത്തഹിയ്യാത്തിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്റെ കൺമുമ്പിൽ വന്നിരുന്ന് തന്നോട് പുഞ്ചിരി തൂകുന്ന പ്രവാചകനെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ രൂപത്തിലല്ലേ നമ്മൾ അത്തഹിയ്യാത്തിന് തിരുനബി തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലല്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ അനുയായികളെ, ഞാൻ പോകുന്നതിൽ നിങ്ങളെ ശേഷം വിഷമിക്കേണ്ടതില്ല. എന്റെ ജീവിതകാലം നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ മരിച്ചു പോയാലും അത് നിങ്ങൾക്ക് ഖൈറാണ്. സഹിഹായ ഹദീസല്ലേ മുഅ്മിനീങ്ങളെ? ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ കാരുണ്യത്തിന്റെ നേതാവ്, നമ്മുടെ കരളിന്റെ കഷണമായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ്, എന്റെ വേർപാടും നിങ്ങൾക്ക് ഖൈറാണ്. അതെങ്ങനെയാണ് ഖൈറാവുക? ഞാൻ മരണപ്പെട്ടു പോയാലും നിങ്ങളുടെ ഓരോ അമലുകളും അതതിന്റെ സന്ദർഭങ്ങളിൽ അല്ലാഹു എനിക്ക് കാട്ടിത്തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി 1500 കൊല്ലമായി റൗള ഷരീഫിലെ സ്വർഗീയ ലോകത്ത് കിടക്കുന്ന പുന്നാര റസൂലുള്ളാഹി ഹയാത്തോടുകൂടി എല്ലാം അറിയുന്നു, അനുഭവിക്കുന്നു. ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ എവിടെ വെച്ച് എന്ത് അമല് ചെയ്താലും അതിന്റെ അമല് രൂപം അതേപടി അല്ലാഹു നബി തങ്ങൾക്ക് പ്രദർശിപ്പിക്കും. വഇൻ റഅയ്തു ഖൈറൻ ഹമിദുല്ലാഹ്. എന്റെ ഉമ്മത്തുകൾ നല്ല കാര്യങ്ങൾ ചെയ്തത് കാണുമ്പോൾ, ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. അതേ, ഇന്ന് നമ്മുടെ ഈ ഹജ്ജിന്റെ ക്ലാസും നമ്മൾ പുറപ്പെടുന്നതും ചെയ്യുന്നതും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം ലഭിക്കുമ്പോൾ അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്ന സദ്കാര്യങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തി അള്ളാഹുവിനെ സ്തുതിക്കും. വഇൻ റഅയ്തു ഗൈറ ദാലിക ഇസ്തഗ്ഫർതു ലക്കും. നല്ലതല്ലാത്ത വല്ലതും
എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആരെങ്കിലും ലോകാവസാനം വരെ എവിടെയെങ്കിലും വെച്ച് ചെയ്യുമെങ്കിൽ ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹബീബന്മാരെ, ജീവിതത്തിൽ പാകപ്പിഴവ് സംഭവിച്ചു പോയ, ജീവിതത്തിൽ കുഴപ്പങ്ങൾ വന്നുപോയ നമുക്ക് അതിനെ മുഴുവൻ പൊറുപ്പിക്കാനുള്ള മാർഗമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്കുള്ള യാത്ര. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, പാപങ്ങളും ദോഷങ്ങളും ചെയ്തു പോയാൽ നേരിട്ട് പോവുക, നബി തങ്ങളെ നേരിട്ട് സന്ദർശിക്കുക. നബി തങ്ങളുടെ ഹയാത്ത് കാലത്തും വഫാത്തിന്റെ ശേഷവും ആ സന്ദർശനത്തിന് സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ആവലാതി കേണപേക്ഷിച്ച് പറയുമ്പോൾ റസൂലുള്ള നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് സഹിഹായ ഹദീസിലുള്ളതല്ലേ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ല സഹാബാക്കൾ ഈ ആയത്തോതിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞത്. എത്രയോ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാം. അവിടുന്ന് ലോകത്തോട് വിട്ടുപിരിയുന്നതിന് മുൻപ് നമ്മളെ കാണാൻ കൊതിച്ചില്ലേ സുഹൃത്തുക്കളെ? നമുക്ക് ആ റസൂലുള്ളാഹി തങ്ങളെ അങ്ങോട്ട് കാണാൻ എങ്ങനെയാ കൊതിയില്ലാതിരിക്കുക? അവിടുന്ന് വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലവദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു. അപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാവരും ഇല്ലേ തങ്ങളുടെ സഹോദരന്മാരായി, ഞങ്ങളെ കണ്ടാൽ പോരെ? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളാരും എന്റെ സഹോദരന്മാരല്ല, നിങ്ങൾ എന്റെ അസ്ഹാബിമാരാണ്. എന്റെ സഹോദരന്മാര് വരും കാലത്ത് ഇവിടെ വരും. അവര് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ വല്ലാതെ വിശ്വാസമുള്ളവരാണ്, വല്ലാത്ത സ്നേഹമുള്ളവരാണ്. അവർക്ക് ഓരോരുത്തർക്കും എന്നെ കാണാൻ അതിയായ അഭിലാഷമുണ്ട്. അവരുടെ മക്കളെയും കുടുംബത്തെയും മുഴുവൻ കൊടുത്തും എന്നെ കാണാൻ ആശിക്കുന്നവരാണ് അവര്. അവരെ തിരിച്ചു കാണാൻ എനിക്ക് പൂതിയാകുന്നു. പക്ഷേ അനഫറതുക്കും അലൽ ഹൗദ്, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഞാൻ നേരത്തെ പോവുകയാണ് സഹാബ, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ഹൗദുൽ കൗസറിന്റെ പരിസരത്ത് അതിന്റെ കപ്പും പിടിച്ച് കാത്തിരിക്കും. നിങ്ങൾ അവിടെ വരൂ, നിങ്ങൾ അവിടെ വരൂ. വസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കൂ, ഹൗദുൽ കൗസറിന്റെ അടുത്ത് നമുക്ക് കണ്ടുമുട്ടാം. അവിടെ വെച്ച് കാണാനുള്ള യോഗം, അതിവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യാനുള്ള മനസ്ഥിതി, അതാണ് മദീന ഷരീഫിലേക്കുള്ള യാത്ര. മൻസാറനി ബഅദ മമാതി വജബത് ലഹു ശഫാഅതി, എന്റെ വഫാത്തിനു ശേഷം എന്നെ ആരെങ്കിലും വന്ന് സിയാറത്ത് ചെയ്താൽ അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായി കഴിഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മദീനത്തെ പള്ളിയിലെ 10,000 ലക്ഷക്കണക്കിന് മടങ്ങ് പ്രതിഫലമുള്ള മസ്ജിദുൻ നബവിയിലേക്കുള്ള യാത്രയാണ്, റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്കുള്ള യാത്രയാണ്. മദീന ഹറം, മക്കത്തെ ഹറം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു പരിശുദ്ധമാക്കിയെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവോട് ഇരുന്ന് ഹറമായി പ്രഖ്യാപിച്ച നാടാണ് മദീനത്തുർ റസൂലി അലൈഹിസ്സലാത്തു വസ്സലാം. മക്കയിൽ നിന്ന് 500-ലധികം കിലോമീറ്റർ യാത്രയുണ്ട്. 4-5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. രേഖാ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിച്ചേരും. മദീനയുടെ മണ്ണിലൂടെ നമ്മൾ നടക്കുമ്പം നമ്മൾ അനുസ്മരിക്കണം ചരിത്രം. മഹാനായ റസൂലുള്ളയും സിദ്ദീഖും റളിയല്ലാഹു അൻഹും അവര് പോയില്ലേ ഹിജ്റ, ആ യാത്ര നമ്മൾ ഓർക്കണം സുഹൃത്തുക്കളെ. 120 സ്പീഡിൽ AC വളരെ ശക്തമായി വർക്ക് ചെയ്ത് മദീനയിലേക്ക് ബസ് പോകുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, പുന്നാര നബിയേ ഞാനിതാ വരുന്നു ഹബീബേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി വയാ ഖുർറത ഐനി യാ ഹബീബല്ലാഹ്. മദീനയിലേക്കുള്ള ഓരോ മണൽത്തരികളും കാണുമ്പോഴും ഓരോ മലകളും കുന്നുകളും കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. 6 വയസ്സുള്ള സമയത്ത് ഉമ്മ ആമിന ബീവിയുടെ കോന്തൽ പിടിച്ച് കയ്യും പിടിച്ച് മദീനയിലേക്ക് നടന്നുപോയി ബാപ്പായുടെ ഖബർ സിയാറത്തിലേക്ക് പോയ മകനില്ലേ. അത്തരം എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് സുഹൃത്തുക്കളെ. മദീന ഷരീഫിലേക്ക് എത്തുന്നതോടുകൂടി
മുഅ്മിനിന്റെ അവസ്ഥ മാറി, ഈമാനുള്ളവന്റെ അവസ്ഥ മാറി. മദീനയിൽ കുറച്ചു ദിവസം കഴിഞ്ഞുകൂടുക എന്നത് നമ്മുടെ അഭിലാഷമാണ്. 40 ജമാഅത്ത് അവിടെ കഴിഞ്ഞുകൂടുന്നത് പ്രത്യേകം സുന്നത്താണ്. മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും പരിശീലിച്ചിട്ടുള്ളതും നടപ്പിൽ വരുത്തിയതുമാണ്. അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുള്ളതുമാണ്. മദീന ഹറമിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പം നമ്മുടെ ബസ്സിൽ നമ്മളെയുമായി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഈമാനിൽ ലേശമുള്ളവർ അവിടത്തേക്ക് പോകുമ്പോഴേക്ക് കരയാൻ തുടങ്ങും. റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ ഓർമ്മകൾ മനസ്സിലേക്ക് ചിറകടിച്ച് പറന്നു വരുന്നു. ആ സന്ദർഭത്തിലുള്ള വികാരം എത്രമാത്രം ശക്തമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ അല്ലാഹുമ്മ ഹാദാ ഹറമു റസൂലിക ഫജഅൽഹു ലീ വിഖായതൻ മിനൻ നാർ. അല്ലാഹുവേ, ഇത് നിന്റെ ഹബീബായ റസൂലിന്റെ ഹറമാണ്, ഇത് എനിക്ക് നരകത്തിൽ നിന്നുള്ള കാവലാക്കി തരണേ അല്ലാഹ് എന്ന ദുആവുമായി ഹറം ഷരീഫ് ഭൂമിയിലേക്ക് അങ്ങോട്ട് കടക്കുന്നു. മദീന ഷരീഫിലേക്ക് അതാ 5-6 കിലോമീറ്ററുകൾ ഇപ്പുറത്തെത്തുമ്പോഴേക്ക് കാണുകയാണ് ഹബീബേ അൽ ഖുബ്ബത്തുൽ ഖദ്റാ. മനോഹരമായ സത്യവിശ്വാസിയുടെ മനസ്സിനെ പിടിച്ചു ഉലയ്ക്കുന്ന വല്ലാതെ സ്വാധീനിക്കുന്ന ഹറം ഷരീഫ്, പരിശുദ്ധമായ കുബ്ബ. ആ പച്ച കുബ്ബയ്ക്കകത്ത് താഴെയാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോപ്പാണെന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചിരിക്കുന്ന ആത്തിലേക്ക് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉമഹു فطاب من طيبهن القاع والأكم. സഹാബാക്കളായ മഹാന്മാര് റസൂലുള്ളാഹിന്റെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വന്നപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹിയോട് മുനാജാത്ത് ചെയ്ത് സംബോധിച്ച പാട്ട് ഇന്നും അതാ റൗള ഷരീഫിന്റെ ചുമരിന്മേൽ വളരെ ഭംഗിയായി കലാപരമായി എഴുതി വെച്ചത് കാണാം. ഈ കഴിഞ്ഞ ആഴ്ചയും ഇന്നും അവിടെയുള്ളതാണ് സഹോദരന്മാരെ. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉമഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖമു. മദീന ഷരീഫിലെ പവിത്ര മണ്ണിൽ കിടന്നുറങ്ങുന്ന പ്രവാചക പ്രഭോ, അവിടുത്തെ ഈ വിയോഗം കൊണ്ട്, അവിടുത്തെ ഈ താമസം കൊണ്ട് ഈ മണ്ണും വിണ്ണും ആകമാനും വസന്തമായിരിക്കുന്നു നബിയേ. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എന്റെ ശരീരത്തെ അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കാൻ, ഈ ഖബറു ഷരീഫിലേക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സഹാബാക്കൾ പാടിയ പാട്ടല്ലേ ഇന്നും റൗള ഷരീഫും അതാ ഭംഗിയായി എഴുതപ്പെട്ട ബൈത്തല്ലേ. അൻത ശഫീഉൽ ലദീ തുർജാ ശഫാഅതുഹു അല സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. നബിയേ, നാളെ പരലോകത്ത് മഹ്ശറിന്റെ വേജാറിന്റെ വിഭ്രാന്തിയിൽ കാലിടറി നരകത്തിലേക്ക് പാളിപ്പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ കാല് പിടിച്ച് രക്ഷപ്പെടുത്താനുള്ള ശുപാർശകൻ, ശഫാഅത്ത് ചെയ്യാൻ അവിടുന്നല്ലേ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ പാട്ടുപാടിയ റൗള ഷരീഫിന്റെ സിയാറത്തിന്റെ ബൈത്തുകൾ എത്രയുണ്ട്. ഫഇദാ അത്തൈനൽ മസ്ജിദൻ നബവിയ സല്ലൈന തഹിയ്യത അവലൻ സിൻതാനി. അല്ലാമ ഇബ്നുൽ ഖയ്യിം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് സിയാറത്തിന്റെ മര്യാദകൾ. സുമ്മൻ സനൈനാ ലിസിയാറത്തി നഖ്സിദുൽ ഖബ്റ ശരീഫ വലൗ അലൽ അജ്ഫാനി ഫനഖൂമു ദൂനൽ ഖബ്രി ബിഖഫത ഖാദിഇ മുതദല്ലിലിൻ ഫിസ്സിരി വൽ ഇലാനി ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖു ഫൽവാഖിഫൂന നവാകിസുൽ അദ്ഖാനി. എല്ലാവിധ പണ്ഡിതന്മാരും ആ സിയാറത്തിന്റെ മര്യാദകൾ വിശദമായി പഠിപ്പിച്ചത് കാണാം. മദീന ഷരീഫിലെത്തിയാൽ മക്കത്തെ പോലെയല്ല റൂമിലേക്ക് ഏതെങ്കിലും നിശ്ചയിച്ച സ്ഥലത്ത് വേഗം എത്തിച്ചേരുക. അവിടെ ഒന്നും താമസിക്കാൻ വിചാര വായ്പുള്ളവർക്ക് സാധ്യമല്ല. ഹബീബിന്റെ അടുത്തേക്ക്
അടുത്തേക്ക് എത്തിച്ചേരാനുള്ള അതിശക്തമായ വാഞ്ച. പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ റൗള ഷരീഫിലേക്ക് നമ്മുടെ യാത്രയാവട്ടെ. വീട്ടിൽ നിന്ന് വേഗം കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി, സന്തോഷമുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള അഭിമാനമുള്ള വസ്ത്രം. റസൂലുള്ളാഹി ഫസയറല്ലാഹു അമലക്കും വറസൂലു, അല്ലാഹു കാണുന്നു, അവന്റെ റസൂല് കാണുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആ കാഴ്ചക്ക് അഭിമുഖീകരിക്കാൻ നമ്മൾ പോവുകയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യമായി തന്നെ തഹിയ്യത്തിന്റെ 2 റക്അത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. അത് റസൂലുള്ളാഹിന്റെ റൗള ഷരീഫ് എന്ന് പറയുന്ന സ്വർഗപ്പൂന്തോപ്പ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയ സ്ഥലത്തായാൽ നല്ലതാണ്. പക്ഷേ ചെല്ലുന്ന സമയത്തൊന്നും അവിടെ ചെന്ന് സലാം പറയാൻ നമുക്ക് സാധിക്കൂല. അതേ സമയത്ത് ഒഴിവുള്ള കുറച്ച് ദൂരത്തുനിന്നാണെങ്കിലും പതുക്കെ പതുക്കെ കയറി വന്ന് റൗള ഷരീഫ് എന്ന ആ സ്വർഗത്തോപ്പിലേക്ക് കടക്കുക. അവിടെ നിന്ന് വളരെ മര്യാദയോടുകൂടി 2 റക്അത്ത് നിസ്കരിച്ച് ഇനിയും നിസ്കരിക്കാവുന്നിടത്തോളം നിസ്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. ഇതാ പടച്ചവനെ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക വസഹിൽ ലീ അബ്വാബ റിസ്ഖിക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇവിടെ കൂടിക്കാഴ്ചയുടെ നിമിഷമാണ്, സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ്, മഹബ്ബത്ത് പൂവണിയുന്ന നിമിഷമാണ്, സ്നേഹം കൈമാറുന്ന സമയമാണ്. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലകൈ തഹ്വാ ബിഹാ ശഫതി. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവിടുന്ന് കൈകൾ ഉയർത്തി തരൂ, ഈ വിനീതനായ ഞാനൊന്ന് കൈപിടിച്ചോട്ടെ നബിയേ. നമ്മുടെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആ റൗള ഷരീഫ് കരിങ്കൽ ഭിത്തികളാൽ പടുത്തുയർത്തിയ ചുമരിന്റെ ചുറ്റും അവിടെയുള്ള ഇരുമ്പ് ചങ്ങലകളെ കൊണ്ട് പൂട്ടിയിട്ട് അടുത്തുപോയി, യാ അക്രമൽ ഖുറമാ അലാ അതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബിക്കും വദ്ദമഉ ഫീ ഖദ്ദൈഹി സാല സജീമാ. അവിടെ ചെന്ന് മുനാജാത്ത് നടത്തി സ്നേഹോപഹാരങ്ങൾ, ആശംസകൾ അർപ്പിച്ച് അത്ഭുതങ്ങൾ കാണിച്ചില്ലേ സുഹൃത്തുക്കളെ? അവിടത്തേക്കാണ് നമ്മളും കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്ന് ദ്വാരക്കണം. റൗള ഷരീഫിൽ ദ്വാരന്നിട്ട് ഇന്ന ഹാദിഹി അല്ലാഹുമ്മ ഇന്ന ഹാദിഹി റൗളത്തും മിൻ റിയാദിൽ ജന്ന ശറഫ്തഹാ വകറംതഹാ വനവ്വർതഹാ ബിനൂരി നബിയിക വഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശുർനാ ഫീ زمرته وامتنا على محبته وسنته واسقنا من حوضه وبيده الشريفة شربة هنيئة لا نظمأ بعدها أبدا. അങ്ങനെയുള്ള ദുആകൾ ഓരോന്നും നടത്തി അങ്ങനെ അതാ നടക്കുന്നു. പതുക്കെ പതുക്കെ സലാം ചൊല്ലുന്ന പോയിന്റിലേക്ക് അവിടെ ഇപ്പോഴും കാണാൻ വലുതാക്കി എഴുതി വെച്ചതായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ചുമരുമ്മല്, യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു സന്തോഷത്തോടെ നമ്മളെ എത്തിക്കട്ടെ. ദുനിയാവിൽ അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. റസൂലുള്ളാഹിന്റെ തിരുകൈ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പതുക്കെ അതവോടുകൂടെ ചെല്ലണം, ഒച്ച ഉയർത്താൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, വലിയ ശബ്ദം ഉയർത്താൻ പാടില്ല. വളരെ പതുക്കെ ചെരുപ്പിടുന്നത് പോലും നമ്മൾ പതുക്കെ ചെരുപ്പ് വെക്കണം സുഹൃത്തുക്കളെ. റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിന്റെ മുമ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അതാ സലാം പറയാൻ തുടങ്ങുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അൽ കരീമു വർ റസൂലുൽ അദീമുർ റഊഫുർ റഹീം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പേരുകളാണ് ഇതൊക്കെ. അങ്ങനെ റസൂലുള്ളാഹിക്ക് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ വഹബീബനാ വഖുറത അയ്യുനിനാ യാ റസൂലല്ലാഹ്. 1000 തവണ സലാത്ത് ആവർത്തിക്കുക, സലാം ആവർത്തിക്കുക. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ഖിയറത്തല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ അമീനല്ലാഹ്, അസ്സലാമു അലൈക യാ ബശീറു, അസ്സലാമു അലൈക യാ നദീറു, അസ്സലാമു അലൈക യാ ത്വാഹിറു, അസ്സലാമു അലൈക യാ തുഹ്റു, അസ്സലാമു അലൈക യാ നബിയ്യർ റഹ്മ, അസ്സലാമു അലൈക യാ നബിയ്യൽ ഉമ്മ, അസ്സലാമു അലൈക യാ സഫ്വത്തല്ലാഹ്, അസ്സലാമു അലൈക യാ അബൽ ഖാസിം, അസ്സലാമു അലൈക യാ
സിറാജു അസ്സലാമു അലൈക യാ മുനീറു അസ്സലാമു അലൈക യാ ത്വാഹ അസ്സലാമു അലൈക യാ യാസീൻ അസ്സലാമു അലൈക യാ മാഹി അസ്സലാമു അലൈക യാ ഹാദി അസ്സലാമു അലൈക യാ റസൂല റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക യാ ഖായിദൽ ഗുർരിൽ മുഹജ്ജലീൻ അസ്സലാമു അലൈക യാ മൻ അർസലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. ആയിരമായിരം സലാത്തിന്റെ സലാമിന്റെ സീഗ ഈ സമുദായത്തിലെ മുഹിബ്ബീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അത് മനസ്സറിഞ്ഞു ചൊല്ലുക. നമ്മളെ സലാം ഏൽപ്പിച്ചവരുടെ മുഴുവൻ സലാം പിന്നീട് പറയുക. പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാഹിന്റെ റൗളയുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് ഇമാം മുഹീദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു ഈ വാഹിരി പറഞ്ഞു, ഇമാം ഗസ്സാലി യഹ്യാവിൽ പറഞ്ഞു, സർവ്വ ഇമാമുകളും അവരുടെ കിതാബ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് തന്നെ സലാം പറയണം. അവസാനം അസ്സലാമു അലൈക വഅലാ ആലിക വഅഹ്ലി ബൈതിക വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീന വജമീഇ ഇബാദില്ലാഹി സ്വാലിഹീൻ ജസാക്കല്ലാഹു യാ റസൂലല്ലാഹി അന്നാ അഫ്ളല മാ ജാസാ ബിഹി നബിയ്യൻ വറസൂലൻ അൻ ഉമ്മത്തിഹി വസല്ലല്ലാഹു അലൈക കുല്ലമാ ദക്കറക ദാകിറൂന വഗഫല അൻ ദിക്രിക്കൽ ഗാഫിലൂൻ. നിരവധി സലാത്ത് സലാം അർപ്പിച്ച് 24 മണിക്കൂറും റസൂലുള്ളാഹിയുമായി ചുറ്റിത്തിരിഞ്ഞു കൂടുക. ഒരു ജമാഅത്ത് മദീനയിൽ പോകാതെ 40 ജമാഅത്ത് ചുരുങ്ങിയത് പൂർത്തിയാക്കുക. പെണ്ണുങ്ങൾ രാവിലെയും വൈകുന്നേരവും അവർക്ക് സൗകര്യമുള്ള സന്ദർഭത്തിൽ എല്ലായിടത്തും അതോടുകൂടി റസൂലുള്ളാഹിന്റെ സിയാറത്തിന് വർദ്ധിച്ചു പോവുക. അവർക്ക് വലിയ സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് സിയാറത്തിന്. ആ സമയത്ത് അവർ സിയാറത്തിന് പോവുക. അങ്ങനെ ദീർഘമായി നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെയും വിഷയം റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വെച്ച് തവസ്സുലാക്കി അള്ളാഹുവിനോട് ദ്വാരക്കുക. മദീന താമസത്തിൽ ഓരോ ജീവിതത്തിലെ നിമിഷങ്ങളും അമൂല്യങ്ങളാണ്. ഒരു ദിവസം നമുക്ക് സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കറാറിന്റെ അടുത്തേക്ക് പോകണം. അവിടെ ആരൊക്കെ ഉള്ളത്? റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടിപ്പുറത്ത് തന്നെ അതാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന്റെ ഇപ്പുറത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർക്ക് രണ്ടുപേർക്കും സലാം പറയാൻ മറക്കരുത്, കൂടുതലായി സലാം പറയണം. തൊട്ടപ്പുറത്ത് 10,000-ത്തിലധികം സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീഉ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഓമന മകളായ സയ്യിദത്തുനാ ബീബി ഫാത്തിമത്തു സഹ്റാ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ, അവിടുത്തെ മറ്റു പത്നിമാര് എല്ലാവരുമുള്ള ജന്നത്തുൽ ബഖീൽ ഒരു ദിവസം പോകണം. മസ്ജിദ് ഖുബായിലേക്ക് ഒരു ദിവസം പോകണം. ഖന്തഖിലേക്ക് ഒരു ദിവസം പോകണം. അതുപോലെ ഒഴിവുള്ള സൗകര്യമുള്ള ഓരോ സ്ഥലത്തും ചരിത്രത്തിന്റെ സ്മാരകങ്ങളുണ്ട്. മദീനയിലെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തി അവസാനം റസൂലുള്ളാഹി തങ്ങളോട് വിടവാങ്ങുന്ന ഒരു സലാം പറയുന്ന ഒരു ദുആ ഉണ്ട് അവസാനത്തെ പിരിച്ചില്. ആ പിരിയുന്ന സമയത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട്, ഹബീബേ ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിലും അവിടുത്തെ പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത് യാ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേർപിരിഞ്ഞ് തൽക്കാലത്തേക്ക് പോവുക. അള്ളാഹു എന്നുമെന്നുമായി നമ്മളെ ഇനിയും അവിടെ എത്തിക്കുമാറാകട്ടെ.